എന്നെ പോലെയുള്ള ചാനൽ പ്രവർത്തകർക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഹോംലി മീൽസ് ആണ്. അതെ അതെ ഞങ്ങളുടെയൊക്കെ പച്ചയ ജീവിതമാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. 100%. ഒരു അസോസിയേറ്റ് പോലും വർക്ക് ചെയ്യാതെ നേരിട്ട് സിനിമയിലേക്ക് വരുമായിരുന്നു. അതെ അതെ അത് തുടക്കം ഇങ്ങനെ അങ്ങനെ പടം എടുക്കാൻ തോന്നുന്നത് കാരണം എന്തായിരുന്നു ഹോംലി മീൽസ്? അതായത് സിനിമ എഴുതുമായിരുന്നു, പല ആൾക്കാരുടെ അടുത്ത് പോയിട്ട് എഴുത്തുമില്ലേക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തൊക്കെ പരിപാടികൾ ഇങ്ങനെ സിനിമ ടി വിന്ന് ജീവൻ ടി വിന്ന് കഴിഞ്ഞിട്ട് സിനിമ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായി. അങ്ങനെ കുറേ നാൾ നടന്നു. കുറച്ച് പ്രൊജക്റ്റുകൾ ട്രൈ ചെയ്ത് നോക്കി, നടന്നില്ല. പിന്നെ നമ്മൾ ടി വിന്ന് സിനിമയിലേക്ക് എത്താനുള്ളൊരു ഇതെടുക്കുമല്ലോ, ഒരു സമയം എടുക്കുമല്ലോ. അപ്പോൾ ആ സമയം എടുത്തിരുന്നു ആക്ച്വലി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു സ്ക്രിപ്റ്റ് ഡയറക്ടർ അനൂപേട്ടൻ എനിക്ക് പരിചയമുണ്ടായിരുന്നു, അനൂപേട്ടനെ. അപ്പോൾ അനൂപേട്ടനോട് സംസാരിച്ചു. അപ്പോൾ അനൂപേട്ടൻ നമ്മൾ പറഞ്ഞ കഥ ഇഷ്ടപ്പെട്ടു. പിന്നെ അങ്ങനെ അല്ല, ചാനലിന്റെ കഥ തന്നെയായിരുന്നു അന്നേരം ഈ ജീവൻ ടിയുടെ കഥ? അത് ഞങ്ങൾ വേറൊരു കഥ പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ അനൂപേട്ടനോട് ഞാൻ ഈ കഥ പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞപ്പോൾ അനൂപേട്ടനത് ഇഷ്ടമായി. അങ്ങനെ ഞങ്ങളത് ഹോംലി മീൽസിൽ കഥ കേട്ടപ്പോൾ ഇഷ്ടമായി. പിന്നെ ലാൽ ജോസ് സാർ വരുന്നു, അങ്ങനെ ഒത്തിരി ആൾക്കാർ വരുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ട് ആ പടം അങ്ങനെ അങ്ങോട്ട് വർക്കാവുമായിരുന്നു. അതിന്റെ ഹ്യൂമറൊക്കെ എഴുതിയതൊക്കെ ശരിക്കും പറഞ്ഞാൽ അത് ഒരു ജീവിത കഥ തന്നെയാണ് അല്ലേ? ഓരോ ഡയലോഗ് നമ്മൾ കുറേയൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാണ്. ഇപ്പൊ ചാനലിൽ എല്ലാ ദിവസവും തമാശകളൊന്നും ഇല്ലല്ലോ. പക്ഷെ നമ്മൾ ആ ഇൻസിഡൻസ്, അവിടെ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഫണ്ണി ആയിട്ട് കാണാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. അല്ല, ഇന്ന് ഒരു പ്രസ്ഥാനത്തെ മുഴുവൻ ഒരു ആക്ഷേപഹാസ്യത്തിൽ കൊണ്ടുവരികയാണ്. അത് അവർ പ്രശ്നം ഉണ്ടാക്കാനുള്ള ചിന്തകളൊന്നും അലട്ടിയില്ല. അങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ടില്ല. നമ്മൾ ആ സമയത്ത് കഥ അല്ല, അത് അങ്ങനെ ഒരു ബേസിക്കലി നമ്മൾ നശിപ്പിക്കുന്ന പോലെ ഒന്നല്ല, ഒരു ഫണ്ണായിട്ടല്ലേ ചെയ്യണം. അതുകൊണ്ട് അങ്ങനെ ഒരു ഇതുണ്ടായില്ല. പിന്നെ നമ്മൾ എന്തായാലും സിനിമ പറയുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ടച്ച് ചെയ്തല്ലേ പറയാൻ പറ്റുള്ളൂ. പിന്നെ ആദ്യത്തെ പടം ആ കഥ എല്ലാവർക്കും വർക്കായി തോന്നി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടുത്തെ നമ്മുടെ ചാനലിലെ ഹെഡുകളെയൊക്കെ അല്ലെങ്കിൽ വേറെ ആൾക്കാരെ കണ്ടിട്ട് ആർക്കും നെഗറ്റീവ് തോന്നിയിട്ടില്ല. അതായത് ഓരോ കഥാപാത്രങ്ങളെയും ശരിക്കും പറഞ്ഞാൽ എഴുതുമ്പോൾ തന്നെ മനസ്സിലുണ്ടായിരുന്നു. മനോജ് കെന്റെ സംഭവമായാലും പിന്നെ അച്ഛനായിട്ട് ഓരോ സംഭവം അല്ലേ? ഉറപ്പായിട്ടും ആ കഥ ഞാൻ ചോദിക്കുന്ന ആർട്ടിസ്റ്റുകളെ മനസ്സിലുണ്ടായിരുന്നോ? ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നില്ല ആക്ച്വലി. എനിക്ക് ഇൻസിഡൻസ് ഉണ്ടായിരുന്നു. ഇപ്പം ആ നെടുപുടി വേണുചേട്ടൻ ഉണ്ടായിരുന്നു. മനോജ് ചേട്ടനെ എനിക്ക് ആക്ച്വലി പരിചയമില്ലായിരുന്നു. അപ്പം എഴുതി ആരഭിനയിക്കാൻ അറിയില്ലായിരുന്നു. അങ്ങനെ കുറെ പേരെ ട്രൈ ചെയ്തിട്ടാണ് മനോജേട്ടനിലേക്ക് എത്തിയത്. വേണുചേട്ടനും അങ്ങനെ ബാക്കിയുള്ളവരൊക്കെ എന്നെ മനസ്സിലുണ്ടായിരുന്നു. ഇവരെല്ലാം ആദ്യമേ തന്നെ കഥ കേട്ടപ്പോൾ ഓക്കെ പറഞ്ഞോ? അല്ല, അവർക്ക് ക്യാരക്ടർ ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവർ ചെയ്തു. മനോജേട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എവിടെ ലൊക്കേഷനൊക്കെ എവിടെയായിരുന്നു അതിൻ്റെയൊക്കെ? നമ്മുടെ ഇവിടെ പാലാരട്ടം ഭാഗത്തൊക്കെ തന്നെ. എന്തെങ്കിലും അതിന്റെ ഓർമ്മകളോ വല്ലതും ഉണ്ടോ? എന്തെങ്കിലും ഷൂട്ടിംഗ് ലൊക്കേഷൻ? നമ്മളിപ്പോൾ ഒരിക്കലും നമ്മളൊരു സിനിമയുടെ ഓർമ്മ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് ഈ വർക്ക് വൈസ് നോക്കുമ്പോൾ നമുക്ക് ടെൻഷനും പരിപാടി ആയതുകൊണ്ട് നമുക്ക് ആ ഒരു നല്ല ഓർമ്മയെന്ന് പറയാനുണ്ടാവില്ല. നമുക്കെപ്പോഴും സിനിമ കാണുന്നവർക്ക് എൻജോയ്മെൻ്റ് ആയിരിക്കും. പക്ഷെ നമ്മൾ ആ സമയത്ത് നമ്മൾ എടുക്കുന്ന പ്രഷറും വർക്കും കൊണ്ട് നമുക്കൊരിക്കലും നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഹോർമോൺ വെച്ച് കഴിഞ്ഞാൽ അന്ന് രാത്രി ഉറക്കമില്ലാത്ത ഓട്ടങ്ങൾ അങ്ങനത്തെ ഇതായിരുന്നു. അല്ലാണ്ട് ഫൺ ഹോർമോൺ ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു നമ്മൾ വർക്കും സ്ക്രിപ്റ്റും കൂടി ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ഒരു ഓർമ്മ ഉണ്ടോയെന്ന് വെച്ചാൽ അങ്ങനെ ഇല്ല എന്നാണ് പറയാം. ഈ മീഡിയ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും സർവ്വത്ര ആൾക്കാർക്ക് പടം കണ്ടുള്ള ഉറപ്പാണ് അവരുടെ ജീവിതമാണ് അല്ലേ? അപ്പൊ അങ്ങനെ ഒരുപക്ഷെ സാധാരണ വീട്ടമ്മയ്ക്ക് അത് ദഹിക്കണമെന്നില്ല കഥയുടെ. അപ്പൊ അതൊരു അലട്ടിയായിരുന്നു കുടുംബ പ്രേക്ഷകരെ. അത് ആദ്യം അത് തിയേറ്ററിൽ വന്നപ്പോൾ ഈ ഭയങ്കര അത്ര വലിയ നല്ല അഭിപ്രായമായിരുന്നില്ല. ഇപ്പൊ ഇന്നത്തെ വലിയ റിവ്യൂസ് ഒക്കെ അന്നത്തെ കാലത്ത് റേറ്റിംഗ് 2.5 ഒക്കെ കൊടുത്തത് ഭയങ്കര കുറഞ്ഞ റേറ്റിംഗ് ആണ്. കാരണം പലർക്കും അത് കണക്ട് ആയില്ല. അന്നത്തെ കോമഡികളൊന്നും അന്നത്തെ കാലത്ത് കുടുംബത്തിന് ദഹിക്കത്തില്ല, കോമഡി ഒന്നും കിട്ടൂല. അന്നത്തെ കാലത്ത് അത് ഒട്ടും കിട്ടൂല. അങ്ങനെ അത് ആ കുടുംബത്തിന് ദഹിക്കത്തില്ല, മനസ്സിലാവത്തില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് മോശമാണെന്നൊരു റിവ്യൂ ആയിരുന്നു ആക്ച്വലി പടത്തെക്കുറിച്ച്. അത് കഴിഞ്ഞ് പിന്നീട് കാലങ്ങൾക്ക് ശേഷമാണ് ഹോംലി മീൽസ് ആൾക്കാർക്ക് ഒരു കൾട്ട് ഫോളോയിങ് വന്നത്. ആ സിനിമയിൽ ഒരുപാട് വൈകിട്ടാണ് അത്. ഒരുപാട് വൈകിട്ട്. അപ്പൊ ഇപ്പോഴൊക്കെയാണ് ആൾക്കാർ വീണ്ടും ഇപ്പൊ എല്ലാവരും ഇപ്പം ചാനലുകളൊക്കെ ഓരോരുത്തരും ഇൻഡിവിജ്വൽ ചാനൽസ് ആയതുകൊണ്ട് ഇപ്പോഴൊക്കെയാണ് ആൾക്കാർ മൊബൈലൊക്കെ ഓരോരുത്തർ ഇൻഡിവിജ്വൽ എഡിറ്റിംഗ് എന്താണെന്നൊക്കെ ഇപ്പോഴാണ് ആൾക്കാർ കുറേ കൂടി ആ സിനിമ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതിന്റെ എക്സൈറ്റ്മെന്റ് അന്നേ കഴിഞ്ഞാണ്. അല്ല, ശരിക്കും ഇപ്പൊ ഇറങ്ങിയത് കുറച്ചും കൂടെ ശ്രദ്ധിക്കപ്പെട്ടെന്ന് തോന്നുന്നുണ്ടോ? നമുക്കതറിയില്ല. നമ്മളൊരു സാധനം അപ്പം ചെയ്യല്ലേ, പിന്നീട് അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ലല്ലോ. നമ്മളപ്പം ഫുൾ ഹാർട്ട് ഇട്ട് ചെയ്യാണല്ലോ. പിന്നീട് നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ. അപ്പം അങ്ങനെ ഇപ്പം ആൾക്കാർ ഈ ഓൺലൈനിൽ ഇതിൻ്റെ വീഡിയോസൊക്കെ വരുമ്പോൾ എന്നോട് വിളിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നാറുണ്ടോ അത് ഇപ്പോഴും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഇപ്പോഴും അത് കാലം കഴിഞ്ഞിട്ടും അതിൽ പ്രസക്തി മാറുന്നില്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ഈ ഒന്നാമത്തെ ഒരു ഡയറക്ടർ കീഴിൽ പ്രവർത്തിച്ചിട്ടില്ല, ഒരു ചാനൽ എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. ഒരു സിനിമ എടുക്കുമ്പോൾ ധൈര്യം മാത്രമല്ല, ഈ ആർട്ടിസ്റ്റ് സമീപിക്കുക അവർ നോക്കുമല്ലോ ഈ വിപിനാറ്റ്ലിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് മാത്രമാണ്. അതൊക്കെ അലട്ടിയിരുന്നോ? ഇല്ല, അങ്ങനെ നമ്മൾ ടി വി നമ്മൾ നന്നായി ചെയ്തിരുന്നല്ലോ. നമ്മുടെ ജീവൻ ടി വിയിലെ ഷോ നല്ല ഹിറ്റ് ഷോ ആയിരുന്നു.
അപ്പോൾ ആ ഷോ എനിക്ക് ഭയങ്കര ഗുണം ചെയ്തിരുന്നു. ഒരുപാട് പേര് തന്നിരുന്നൊരു ഷോ ആയിരുന്നു ഇൻട്രവൽ. അപ്പോൾ അതുകൊണ്ട് ആൾക്കാർക്ക് എന്നൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ ആ ഷോ അന്നത്തെ കാലത്ത് ഒരു കൾട്ട് ഷോ ആയിരുന്നു. അങ്ങനത്തെ ഒരു ഷോ വന്നിട്ടുണ്ടായിരുന്നില്ല. സോ അന്ന് പലരും ഇന്നും അതിൻ്റെ ഭയങ്കരമായ ഫാൻ ഫോളോവേഴ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ആൾക്കാരെ കൺവിൻസ് ചെയ്യാനും. ഇവർ ഈ ഷോ ഓൾറെഡി ആൾക്കാരെ കണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സറ്റയർ സാധനം കൊണ്ടുവന്ന് സ്വീകരിക്കപ്പെട്ട് ഒരു ഡയറക്ടറായിട്ടും അല്ല ഒരു രചയിതാവായിട്ട് എന്റെ മേഖല ഇതാണ് തിരിച്ചറിഞ്ഞു അല്ലേ? പിന്നെ നമ്മൾ അങ്ങനെ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ആക്ടർ എന്ന രീതിയിൽ നമ്മൾ വിചാരിച്ചതല്ല, പക്ഷെ നമ്മൾ ആക്സിഡന്റൽ ആക്ടറായി മാറി എന്നുള്ളതാണ്. എല്ലാം ആക്സിഡന്റ് അല്ലേ? അതെ അതെ. ഡയറക്ടർ ആവുന്നു, നടനാവുന്നു. അത് അഭിനയിക്കുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. അങ്ങനെ അതിനകത്ത് സെൻട്രൽ വേഷം ചെയ്ത് അങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചില്ല. എഴുതുക എന്ന് മാത്രമേ ആലോചിച്ചുള്ളൂ. പിന്നെ എങ്ങനെയാണ് താങ്കൾ അത് നമ്മൾ കഥ വായിക്കുമ്പം നമ്മൾ സ്ക്രിപ്റ്റ് വായിച്ചേൽപ്പിക്കുമല്ലോ. അപ്പോൾ ഓരോരുത്തർക്ക് കേൾക്കുമ്പോൾ നമ്മൾ വായിക്കുന്ന ടോണും പരിപാടിയും വെച്ചിട്ട് നിങ്ങൾ തന്നെ ചെയ്യണം, താങ്കൾ ചെയ്യണം എന്ന് പറഞ്ഞ് ലാൽജു സാറും പറഞ്ഞിങ്ങനെ അനുഭവപ്പെട്ടു. അങ്ങനെ എല്ലാവരോടും പറഞ്ഞപ്പോഴാണ് ഞാനൊരു ആക്ടറായി മാറിയത്. അല്ലെങ്കിൽ ഞാൻ ആക്സിഡന്റിലായിട്ട് അഭിനയിച്ചാണ് ആദ്യത്തെ പടത്തിൽ. അതിനു മുമ്പ് അഭിനയിച്ചിട്ടേ ഇല്ലില്ല. അതിനു മുമ്പ് അഭിനയിച്ചത് അതിനു മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഉദയാനന്ദൻ എന്ന് പറഞ്ഞ ഡയറക്ടർ, ഉദയേട്ടൻ. അപ്പോൾ ഉദയേട്ടൻ്റെ പടത്തിൽ പണ്ട് പ്രണയകാലം എന്നുള്ള പടത്തിൽ ആളില്ല, എന്നിട്ട് പെട്ടെന്ന് വിളിച്ചപ്പോൾ ഞാൻ പോയി ഒരു ക്യാമിയോ പോലെ കുറച്ച് ക്യാരക്ടർ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ അന്നത്തെ കാലത്ത് ചുമ്മാ തമാശയ്ക്ക് അഭിനയിക്കണം. അഭിനയം സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ അഭിനയിക്കണം അങ്ങനെയൊന്നും ചിന്തിച്ച് ചെയ്യുന്നതല്ല. അല്ല, ആരും പോകാത്ത വഴികളിലൂടെയൊക്കെയാണ് അങ്ങ് സഞ്ചരിച്ചോണ്ടിരിക്കുന്നത് അല്ലേ? അങ്ങനെ വേണമെങ്കിൽ പറയാം. എഴുത്ത് ഭയങ്കര ഇഷ്ടമാണല്ലേ? അതാണ് എനിക്ക് ഇഷ്ടമുള്ളത്.